മലപ്പുറത്ത് നിന്നുള്ളൊരു വാർത്തയിലേക്കാണ്. മലപ്പുറത്ത് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നടു റോഡിൽ കസേരയിട്ട് കുത്തിയിരിപ്പ് സമരം. തിരൂർ ചമ്രവട്ടം സംസ്ഥാന പാതയിലാണ് ഒറ്റയാൾ പ്രതിഷേധം. നാട്ടുകാരനായ മണികണ്ഠനാണ് പ്രതിഷേധിക്കുന്നത്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. കുഴികൾ നിറഞ്ഞ റോട്ടിൽ ആ കുഴികളിൽ തന്നെ ഒരു കസേര ഇട്ടുകൊണ്ട് ഒറ്റയാൾ പ്രതിഷേധം നടത്തുകയാണ് നാട്ടുകാരനായ മണികണ്ഠൻ. റോഡിന്റെ ശോചനീയാവസ്ഥ റിപ്പോർട്ടർ തന്നെ പലകുറി പ്രേക്ഷകരിൽ എത്തിച്ചതാണ്. പരിഹാരമാകുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ തന്നെ പ്രതിഷേധിച്ച് രംഗത്തിറങ്ങിയതാണ്. ഒടുക്കം ഇതാ ഒറ്റയാൾ പോരാട്ടവുമായി മണികണ്ഠൻ എന്ന നാട്ടുകാരൻ തന്നെ ഇറങ്ങിയിരിക്കുന്നു. ആ കുഴിയിൽ ഒരു മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ഒരു പരിഹാരം ഒന്നും ഉണ്ടാകാതെ ഇപ്പോൾ അതാ മണികണ്ഠൻ തന്നെ ഇറങ്ങിയിരിക്കുന്നു. ഒറ്റയാൾ പോരാട്ടം അല്ലേ? തീർച്ചയായും റോഷ്നി, പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയാണ് ഒരു കുത്തിയിരിപ്പ് സമരം. കുത്തിയിരിപ്പ് സമരമല്ല, ഇത് സൂചനാ സമരം എന്ന് സൂചിപ്പിക്കേണ്ടി വരും. നാട്ടുകാരനായിട്ടുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ചുറ്റുമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാം, ഒരാളുടെ പകുതിയോളം വരുന്ന കുഴിയാണ്, റോഡിന്റെ കുഴിയാണ്. ആ കുഴിയിൽ ഈ വാഹനങ്ങളൊന്നും തന്നെ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ ഒരു കസേര ഇട്ടിരിക്കുന്നത്. വെറുതെയുള്ളൊരു സമരമല്ല, മറിച്ച് അതൊരു സൂചനാ സമരമാണ്. ഇവിടെ ഈ ഭാഗത്തു കൂടി കടന്നു പോകുന്ന വാഹനങ്ങളൊന്നും തന്നെ ആ ഒരു കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം രാവിലെ മുതൽ ഈ ഒരു മേഖലയിൽ ഇരിക്കുന്നത്. രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 6 മണി വരെ എൻ്റെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് വർഷമല്ല. പിന്നെ സമയം, ഈ ബസ്സുകളുടെ സമയം, ഈ ബസ്സുകളുടെ സമയത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് പോകണം. നമ്മൾ RTO കൊടുക്കുന്ന സമയത്തിനനുസരിച്ചാണ് ബസ്സുകൾ ഓടേണ്ടത്. അതിൻ്റെ സമയം വഴുകൽ. പിന്നെ ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു റൂട്ടാണിത്. നമ്മൾ എത്ര വർഷമായി നിങ്ങൾ താൽക്കാലികമായി കുറച്ച് മണ്ണും പൊടിയും ഇട്ടിട്ട് അത് ഈ മഴത്ത് ഒഴുകിപ്പോകും. അപ്പോൾ താൽക്കാലികമായിട്ട് ജനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു താൽക്കാലികമായിട്ട് ഒരു കുറച്ചും കൂടി കോറി വേസ്റ്റ് ഇട്ടൊന്ന് ഉറപ്പിച്ചിട്ട് ഒരു നല്ലൊരു നല്ല സുഗമമായിട്ട് പോകാൻ വേണ്ടിയുള്ള താൽക്കാലികമായിട്ടൊരു റൂട്ടോ ആക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതായത് അധികാരികളെ കുറ്റപ്പെടുത്താനല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും മഴയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ താൽക്കാലിക ഒരു വാസയോഗ്യമാക്കണ്ടേ? അത് എത്ര പെട്ടെന്ന് തന്നെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ച ഇടങ്ങളല്ലേ. അതിൻ്റെ നിസ്സഹായ അവസ്ഥയാണ് മണികണ്ഠൻ ചേട്ടൻ പറയുന്നത്. ഞാൻ ഈ കുഴിയിലോട്ട് ഇറങ്ങിയതാ കാണാം, നമ്മുടെ കാലിൻ്റെ പകുതിയോളം വെള്ളത്തിലാണ്. അത്രയധികം നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടെയുള്ള നാട്ടുകാരുള്ളത്. ദിനം പ്രതി ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നവർ കാണുന്നുണ്ട്. അവരൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്ന ഈ കാണുന്ന ജനങ്ങൾ തന്നെയാണ്. അതിൽ സഹികെട്ടാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. രാവിലെ മുതലുള്ള പ്രതിഷേധം ഇന്നത് അവസാനിപ്പിക്കുന്ന എപ്പോഴാണ്? 6 മണിക്ക് അവസാനിപ്പിക്കും. 6 മണി വരെ ഈ തരത്തിൽ ഇരിക്കാൻ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഈ കുഴിയിൽ വന്ന് വീഴരുത് ഞാൻ വെച്ചിട്ടില്ല. എല്ലാ വാഹനങ്ങൾക്കും ആംബുലൻസിന് പോകാൻ വരെ ഞാൻ ഇവിടെ സൗകര്യം ഒരുക്കുന്നുണ്ട്. ഒരു വാഹനങ്ങൾക്കും തടസ്സമില്ല. എല്ലാവർക്കും സുഗമമായിട്ട് യാത്ര ചെയ്യാനുള്ള നമ്മൾ റോഡ്. അപ്പോൾ നമ്മൾ ഈ കുഴി, ഏറ്റവും വലിയ കുഴികൾ ഏതാണോ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ സുഗമമായിട്ട് പോകാൻ എല്ലാ ആളുകളും അതിന് നമ്മോട് സപ്പോർട്ട് കൂടിയിട്ടുണ്ട്. ഒരാളും കുറ്റം പറയില്ല. ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കൊടി പിടിക്കാനൊന്നും ഞാൻ നിന്നില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. കുറേ കാലങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇപ്പോൾ താൽക്കാലികമായിട്ട് വാസയോഗ്യമാക്കണം ഈ റോഡ്. ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് 3 സ്കൂളുണ്ട് ഇവിടെ. ഈ 3 സ്കൂളിൽ കുട്ടികൾ നടന്നു വരുന്ന വഴികളാണ്. അപകടം വരുന്നതിനെക്കാട്ടി മുന്നേ നമ്മളത് സംരക്ഷണം ഒരുക്കല്ലേ വേണ്ടത്. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ അധികാരികൾ കാണണം, പഞ്ചായത്തിൻ്റെ ആളുകളും PWൻ്റെ ആളുകളും കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ. റോഷ്നി, നമ്മൾ കാണേണ്ടത് ഇത്രയധികം വലിയൊരു ഗർത്തം കുഴി ഇവിടെ രൂപപ്പെട്ടിട്ടും ഒരു സൈൻ ബോർഡോ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഒരുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇവരൊക്കെ തന്നെ ഒരു മേഖലയിലെ നാട്ടുകാർ. പതിവായ അപകടങ്ങൾ കാണുന്ന നിങ്ങളെ സംബന്ധിച്ച് അതിൽ സഹികെട്ടാണ് ഇത്തരം ഒരു ഇപ്പോൾ ഇന്നലെ തന്നെ രാത്രി 2 ഫാമിലികൾ ഇതിൽ വീണിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്. ഇന്ന് രാവിലെ ഒരു സ്ത്രീ വീണു. ഇപ്പം ഞങ്ങൾ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കുഴിയിൽ ചാടാതെ ഇത്രയും വലിയ ഗർത്താണ് ഇവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പം അധികാരികൾ എന്തോന്ന് ഒരു തൂർക്കാനുള്ള ഈ കുഴികളൊന്ന് അടക്കാനുള്ള ഒരു സൗകര്യം നമ്മളെ KT ജലീൽ MLA, തവനൂരിൻ്റെ മണ്ഡലമായ KT ജലീൽ MLA അവർക്ക് ഞങ്ങൾ നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടാ, ഈ റോഡ് ഏത് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് വരുന്നത്? ഇത് ഏതാണ് റോഡ്? ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു. ഈ റോഡ് നമ്മുടെ PWൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. ചമ്മോട്ടം പ്രൊജക്ട് കഴിഞ്ഞാൽ തവനൂർ നമ്മുടെ കുഴികുന്ന് വരെ നമ്മുടെ തുപ്പറംകോട് പഞ്ചായത്താണ്. ഈ തുപ്പറംകോട് പഞ്ചായത്തിന് പരിധിയിലുള്ളതാണ്. പിന്നെ ചമ്രോട്ടം പ്രൊജക്ട് സംസ്ഥാന പാതയാണ്. സംസ്ഥാന പാതയാണ്. നമ്മൾ എറണാകുളം മുതൽ കാസർഗോഡ് സംസ്ഥാന പാത. ആയിരക്കണക്കിന് വാഹനം നിരന്തരം എന്ന് പറഞ്ഞാൽ 24 hours വാഹനങ്ങൾ പാസ് ചെയ്ത് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവരും കാണാമല്ലോ യാത്ര. ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ. ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഒരു ഓട്ടം കൊണ്ട് മറയാൻ ഞാൻ പിടിച്ചെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കേസുകൾ 1 വർഷം മുമ്പ് ഇതിൻ്റെ ഒരു അറ്റകുറ്റപ്പണി നടന്നിരുന്നു. പക്ഷേ മഴ വന്നപ്പോൾ റോഡ് വീണ്ടും പൊളിഞ്ഞു. അറ്റകുറ്റപ്പണി നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുരക്ഷിതമായിട്ട് നടത്തണം. അറ്റകുറ്റപ്പണി നല്ല കോറി വേസ്റ്റ് ഇട്ടിട്ട് നല്ല അമർത്തിയാലൊന്നും ഈ റോഡിലെ മണ്ണ് ഒരിക്കലും പോകില്ല. ഇത് കുറച്ച് കോറി വേസ്റ്റ് പൊടി കൊടുത്തിട്ട് കഴിഞ്ഞാൽ മണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുകിപ്പോവും. അതെല്ലാവർക്കും അറിയുന്നല്ലേ. മഴക്കാലത്തിന് ഇപ്പം മഴക്കാലമാണെന്നല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ താൽക്കാലികമായിട്ട് കോറി വേസ്റ്റ് ഇട്ടൊന്ന്
മിഷൻ വെച്ച് അമർത്തിലൊന്ന് പോകാനുള്ള സുഖമായിട്ട് രീതി അത് ഉണ്ടാക്കണം എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. അത് നാട്ടുകാരുടെ അഭ്യർത്ഥന അങ്ങനെ തന്നെ, അത്ര പറയാനുള്ളൂ. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാത, ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരംപ്രതി, ആയിരക്കണക്കിന്. ഞാൻ നിൽക്കുമ്പോൾ തന്നെ, ഞാൻ ഇവിടെ രാവിലെ 9 മണി മുതൽ ഇപ്പോൾ നിന്നപ്പോൾ തന്നെ ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരംപ്രതി പോകണം. അത് അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന വണ്ടികളുണ്ട്, വാഹനങ്ങളുണ്ട്. അത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അത് നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. ഒരു വാഹനം തടസ്സമില്ലാതെ, ഒരു വാഹനത്തിൽ നമ്മൾ തടസ്സം ചെയ്യാതെ സുഖമായ രീതിയിൽ ഈ കുഴി എന്താണെന്നോ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് എല്ലാ വാഹനവും കടത്തിവിടുന്നത്. തികച്ചും ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് അവരൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. ദിനംപ്രതി ഇവിടെ അത്രയധികം അപകടങ്ങൾ വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് അതിൽ സഹി കെട്ടുകൊണ്ട് മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള ഈ മേഖലയിലെ നാട്ടുകാർ ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. വാഹനങ്ങൾ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ റോഷ്നിയും. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന തിരൂർ ചമ്രവട്ടം പാതയാണിത്. നിരവധി മേഖലകളിലേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എറണാകുളം ഉൾപ്പെടെയുള്ള, കൊച്ചി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങളുണ്ട്. ഇങ്ങോട്ടേക്ക് വടക്ക് ഭാഗത്തേക്ക്, കോഴിക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ആ തരത്തിൽ അത്രയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ ഗതാഗത കുരുക്കും ഈ ഒരു റോഡ് തകർന്നത് മൂലമുണ്ട് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്രയധികം സമയമായി രാവിലെ മുതൽ അദ്ദേഹം ആരംഭിച്ചതാണ് ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് ഇത്തരം ഒരു പ്രതിഷേധം. ഇത്രയധികം സമയമായിട്ട് പോലും അധികാരികൾ ആരും ഒന്നും ഇവിടെ തിരിഞ്ഞു നോക്കുകയോ ഈ കുഴി അതിവേഗം മാറ്റാനുള്ള ഒരു അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ശരി, മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്. പൊതുജനം എത്രത്തോളം വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.